ഹാപ്പി ഈസ്റ്റർ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇതാ 2024 ഈസ്റ്റർ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ എന്താ പറയുക, എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് മറ്റന്നാൾ. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ഈസ്റ്റർ ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി പുലർച്ചെ എത്തി. അതിന് ശേഷം ഇതാ ഉറങ്ങി എഴുന്നേറ്റ് ഓരോരുത്തർ ഓരോ പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കസിൻസും മാമന്മാരും ആൻറ്റിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അമ്മായിമാർ മക്കളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരായിട്ടും നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഈസ്റ്ററിന് നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന അപ്പമാണ് കള്ളപ്പം. നിങ്ങൾക്കൊക്കെ അറിയുമെന്നറിയില്ല. അപ്പോൾ ഇത് കള്ളിട്ടിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ കള്ള് വാങ്ങി നല്ല എന്താ പറയുക അടിപൊളി കള്ളൊക്കെ വാങ്ങി നല്ല സൂപ്പറായിട്ട് അപ്പം ആക്കിയിട്ടുണ്ട്. അപ്പോൾ വട്ടയപ്പൊന്നും തെക്കോട്ടുള്ളവർ വട്ടയപ്പം എന്ന് ഇതിനെ പറയും. പക്ഷെ നമ്മൾ ഇങ്ങോട്ടുള്ളവർ മലബാറിലുള്ളവർ പ്രത്യേകിച്ച് കണ്ണൂരിലുള്ളവർ നമ്മളിതിനെ കള്ളപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കറി അതേപോലെ തന്നെ നല്ല ബീഫ് കറി പാർട്സ് കറി ഇതൊക്കെ കൂട്ടി കഴിക്കാം. സ്റ്റൂ ആക്കിയിട്ട് അതിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ആൻറ്റിയാണ്, എൻ്റെ ഇളയ ആൻറ്റിയാണ്, ലോമി ആൻറ്റി. അപ്പോൾ ആൻറ്റി രാവിലെ തന്നെ പള്ളി വിട്ട് വന്ന ഉടനെ തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അപ്പം ആക്കി തീരാറായി. നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ബിരിയാണിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും തയ്യാറാക്കുകയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് നവീനേട്ടൻ ഇതാ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജിതു ഉണ്ട്, ജിതു നവീനേട്ടനും കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ ഒരാളിതാ നമ്മുടെ പഞ്ചു ജിയോയാണ് വെളുത്തുള്ളി റെഡിയാക്കുന്നതെന്നാണ് പറയുന്നത്. വെളുത്തുള്ളി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് ജിയോയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മാമനാണിതാ നമ്മുടെ ബീഫ് കറി ആക്കുന്നത്. അപ്പോൾ മാമനിതാ ബീഫ് കറിയുടെ പണിപ്പുരയിലാണ്. അപ്പുറത്ത് അമ്മ മസാല റെഡിയാക്കുന്നുണ്ട്. ഇതാ അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്നാണ് മാമൻ പറയുന്നത്. ഉപ്പൊക്കെ കറക്റ്റാണെന്നാണ് പറയുന്നത്. ഇത് അമ്മായി ഇതാ എത്തിക്കഴിഞ്ഞു. അമ്മായി പടിയിലേക്ക് കടക്കാൻ പോവാണ്. റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ജുവല് ഇതാ അനങ്ങാതിരിക്കുന്നുണ്ട്. ജുവൽ എനിക്കൊരു പണി തരാലോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഇതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആദ്യം ഉള്ളിയും തക്കാളിയും വേവിച്ചു. അതിലേക്ക് ബീഫ് വേവിച്ചതിട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വല്യമ്മായും ബീനമ്മായും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി പണിക്ക് കൂടി തക്കാളി മുറിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ തക്കാളി മുറി ടീം. ഇതെൻ്റെ അമ്മായി ഇതാ ചായ കുടിക്കുന്നു. അപ്പം തിന്നു കള്ളപ്പം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കള്ളപ്പവും ബീഫ് കറി ഇതാ കഴിക്കുന്നു. നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരി ഇതാ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് അരി ഉള്ളിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച അരിയാണ്. അതിപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടതൊന്ന് ഇളക്കണം. മാമ നന്നായിട്ടാണ് ഇളക്കുന്നുണ്ട്. ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ നെയ്യ് ഒഴിച്ച ശേഷം അതിൽ എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു മിനിറ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കറിവേപ്പില അല്ലേ മാമ, പിന്നെ മസാലക്കൂട്ട് അല്ലേ, സ്പൈസസ് ഇട്ടില്ല. പിന്നെ കറിവേപ്പിലയും മല്ലിയില പുതിനയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് നാരങ്ങ പിന്നെയോ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം എണ്ണയിലിട്ട് വാട്ടും. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിലിട്ട് വാട്ടിയിട്ടാണ് ഇതിപ്പോൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഫൈനൽ സ്റ്റേജ് ലാസ്റ്റ്
അപ്പം നമ്മളെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നമ്മുടെ ഉരുളി വെച്ചു. ഇനി ഇതിൽ നമ്മൾ ചിക്കൻ വറക്കും. ചിക്കൻ ഇനിയിപ്പോൾ പൊരിച്ചെടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ല മാമ, ഈ ചിക്കൻ മസാല നമ്മൾ ചിക്കൻ ആക്കിയതാണ്. അപ്പം മാമ പറയും എന്തൊക്കെയാണ് ഇതിലിട്ടത്. മാമ എന്തൊക്കെയാണ് ഇതിലിട്ടത്? ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾ പൊടി, തൈര്, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്, മല്ലച്ചപ്പ്, പുതിന, കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടി. കുരുമുളക് ഇടുന്നില്ല, ഇല്ല. ചിക്കനിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു മസാല റെഡിയാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് എടുക്കും. ഇതാ അരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതിതാ വെന്ത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. കറക്റ്റായിട്ടില്ല, കറക്റ്റായി വരുന്നത്രേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാ അത്ര ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഉള്ളി ഇനിയിപ്പോൾ വറുത്ത് കോരാൻ പോവാണേ. നമ്മുടെ കല്യാണ പെണ്ണാണ് ഇപ്പോൾ ഇതാ ഉള്ളി വറുത്ത് റെഡിയാക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ ചോറ് റെഡിയാവുന്നു, ഒരു ഭാഗത്ത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. പിന്നെ ഉള്ളി നമ്മൾ വറുത്ത് കോരുന്നുണ്ട്. എല്ലാവരും കൂടിയുള്ള പാചകം. രണ്ടാളും എൻ്റെ റൂമിൻ്റെ ഷോക്കേസ് റെഡിയാക്കാണേ. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ലിംനയുടെ കല്യാണത്തിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളിതാ ജിമ്മി മാമനും ജിജി മാമനും ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആ ചോറ് ആയ ശേഷം അതിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഇത് എന്തിനാ മാമ ഇങ്ങനെ ചെയ്യുന്നത്? ദമ്മിടുന്നതാണ്. ഇത് ദമ്മിടുന്നതാണ്. അത് നമ്മുടെ മുടീൻ്റെ മുകളിൽ തീ ഇട്ടിട്ടുണ്ട്, കുറച്ച് അടിയിൽ തീ ഉണ്ട്. മെയിൻ താരാണ് ഇന്നതാ തേങ്ങ ഉരിക്കുന്നത്. ഇതാ നമ്മുടെ മീനൂസ് ഉണ്ട്. അതെ, നമ്മുടെ തേങ്ങ ഉരിക്കുന്ന കണ്ടിട്ട് ഇതാ ഒരു ആലോചന നമ്മളെ അമ്മുവിന് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ അമ്മു ഇതാ നമ്മൾ അപൂർവമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുക, ഇങ്ങനെ തേങ്ങയൊക്കെ ഉരിക്കുന്നത്. അമ്മു ഇന്ന് നല്ല സ്മാർട്ട് ഗേൾ ആയിട്ടുണ്ട്. ഒരു തേങ്ങ ഒലിക്കാൻ എടുക്കുന്ന സമയം നോക്കിക്കോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചിക്കൻ മസാല ആക്കാൻ പോവുകയാണ്. നമ്മൾ ഉരുളി വെച്ചു, എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ വെല്ലുള്ളി ഇട്ടു, ചെറിയ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഉള്ളി വഴറ്റിയ ശേഷം നമ്മൾ തക്കാളി നല്ല ഇങ്ങനെ നേരെ മുറിച്ചതാണ്, കുനുകുന അല്ല, നല്ല നേരായി ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് നമ്മൾ വഴറ്റാണ്. നമ്മൾ നേരത്തെ ദമ്മിട്ട സാധനം നമ്മളൊന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. മാമ അതിലെന്താ ഇട്ടത്? ഗരം മസാലയാണ്. ഗരം മസാല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ടിട്ടാണ് നമ്മൾ അടച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു നെയ്ച്ചോറിൻ്റെ ബിരിയാണിയുടെ റൈസ് ഒന്ന് ലെവലായി വരും. അതിന് പതുക്കെ നമ്മളത് ഇളക്കണം. മാമനത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മളിനി നമ്മൾ വറുത്ത് വെച്ച ഉള്ളി അതിലേക്ക് കുറച്ചിട്ടു. ചിക്കൻ പൊരിക്കുവാണേ. നമ്മൾ ഉള്ളിയും തക്കാളി ഇട്ട ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി,
പേസ്റ്റ് ക്രഷ് ചെയ്ത് നമ്മളിത് ഇട്ടിട്ട് വഴറ്റുകയാണേ. തക്കാളി വഴറ്റിയ ശേഷം നമ്മൾ മല്ലിയില ഇട്ടിട്ട് വഴറ്റുകയാണ്. നമ്മുടെ ബിരിയാണി ഇതാ റെഡിയായി കഴിഞ്ഞേ. ഇത് ബീഫ് ബിരിയാണിയാണ്. വല്യപ്പ എങ്ങനെയുണ്ട് ബീഫ് ബിരിയാണി? അടിപൊളിയാ? ഓക്കെ. ഇത് നമ്മുടെ ചിക്കൻ ബിരിയാണി. വല്യപ്പനും വല്യമ്മയൂടെ ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ട്. അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ലിന്നതാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വല്യമാമന് ബിരിയാണി ടേസ്റ്റ് ചെയ്തു. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, നിർത്തുവാണ് കേട്ടോ. താങ്ക് യു.